വളരെ പ്രാധാന്യമുള്ള ഒരു നൂതന പരിപാടിയാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തിനും രാജ്യത്തിനും അനുഭവമില്ലാത്ത ഒന്നാണ്. ഓരോ വകുപ്പും പിന്നിട്ട ഒരു ദശകത്തിൻ്റെ അനുഭവങ്ങൾ വിലയിരുത്തി അടുത്ത 5 വർഷത്തേക്കുള്ള ഒരു വിഷൻ തയ്യാറാക്കുന്നു. അതും സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ പൂർണ്ണമായ പങ്കാളിത്തത്തോടെ. അത് ജനാധിപത്യ പ്രയോഗത്തിൽ കഴിഞ്ഞ 10 വർഷം പങ്കാളിത്തത്തിൻ്റെതായ നിരവധി നൂതന മാതൃകകൾ കേരളം ലോകത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഒന്നായി തന്നെ ഈ പരിപാടിയെ നമുക്ക് കണക്കാക്കാം. ഇതിൻ്റെ തുടർച്ചയിൽ കേരളം എങ്ങനെ പൊതുവെ മാറണം എന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ച ചെയ്യാൻ പോവുകയാണ്. കഴിഞ്ഞ 10 വർഷത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത കേരള മാതൃകയുടെ നേട്ടങ്ങൾ ശക്തിപ്പെടുത്താനും പരിമിതികൾ മറികടക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ്. കേരള മാതൃകയുടെ സവിശേഷത നമുക്കെല്ലാവർക്കും അറിയാം. വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിലുള്ള വളർച്ച മാനവ വികാസ സൂചകങ്ങളിൽ ലോകത്തിലെ വികസിത രാജ്യങ്ങളോട് കിടപിടിക്കാവുന്ന മികവ്. ഇതാണ് കേരള മാതൃകയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകളായി കണക്കാക്കുന്നത്. കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയും ഈ മാതൃകയുടെ പ്രധാന വക്താവുമായ EMS തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒടുവിൽ നടത്തിയ കേരള വികസനത്തെക്കുറിച്ചുള്ള പ്രസംഗത്തിൽ കേരള മാതൃകയുടെ നേട്ടങ്ങൾ ചൂണ്ടിക്കാട്ടിയതോടൊപ്പം അതിൻ്റെ പരിമിതി കൂടി സൂചിപ്പിക്കുകയുണ്ടായി. ആ പരിമിതി പശ്ചാത്തല ഉൽപാദന മേഖലയിലുള്ള സ്തംഭനാവസ്ഥയാണ്. അന്ന് സഖാവ് EMS പറഞ്ഞത്, ഈ പരിമിതി മറികടക്കാൻ കഴിയുന്നില്ലെങ്കിൽ കേരള മാതൃകയുടെ നേട്ടങ്ങൾ നിലനിർത്തലും ദുഷ്കരമായിരിക്കും. കഴിഞ്ഞ 10 വർഷത്തിൻ്റെ പ്രത്യേകത കേരള മാതൃകയെ ശക്തിപ്പെടുത്തി അതിൻ്റെ 2ാം തലമുറ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാൻ കഴിഞ്ഞു. വിദ്യാഭ്യാസത്തിൽ നിന്ന് ക്വാളിറ്റി എഡ്യൂക്കേഷനിലേക്ക്, ആരോഗ്യ പരിപാലനത്തിൽ നിന്ന് ക്വാളിറ്റി ഹെൽത്ത് കെയറിലേക്ക്, എല്ലാ വെൽഫെയർ ആനുകൂല്യങ്ങളും കുറെ കൂടി ശക്തിപ്പെടുത്തി. അപ്പോൾ കേരള മാതൃകയുടെ സെക്കൻഡ് ജനറേഷൻ പ്രോബ്ലംസിനെ വളരെ കൃത്യമായി അഡ്രസ് ചെയ്യുകയും നേരത്തെ കണ്ട ദൗർബല്യം, ഉൽപാദന മേഖലയിലെ മുരടിപ്പും പശ്ചാത്തല സൗകര്യ വികാസനത്തിൻ്റെ പരിമിതിയും അത് മറികടക്കാനുള്ള ബൃഹത് പദ്ധതികൾ ആവിഷ്കരിച്ചു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ശ്രദ്ധേയമാണ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളത്തെക്കുറിച്ച് പൊതുവെ നിർമ്മിച്ചിരുന്ന ഒരു പ്രതീതി, ഇവിടെ ഒന്നും നടക്കില്ല എന്നുള്ള ഡീപ്പ് റൂട്ടഡായ പ്രിസംഷൻ, അത് മാറ്റിത്തീർക്കാൻ കേരളം ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഡെസ്റ്റിനേഷനാണ് എന്ന ഒരു യാഥാർത്ഥ്യം ലോകത്തിന് മുൻപിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ നേരത്തെ IT സെക്രട്ടറി ഈ മേഖലയിലെ മാറ്റങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെ വ്യവസായ മേഖലയ്ക്കകത്തും അതുപോലെ തന്നെ IT മേഖലയ്ക്കകത്തും എങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാകാമെന്നത് കഴിഞ്ഞ 10 വർഷത്തെ 2 ഗവൺമെൻറ്റുകളുടെയും കാഴ്ചപ്പാടിൽ നന്നായി പ്രതിഫലിച്ചിട്ടുണ്ട്. അത് നോളജ് ഇക്കണോമി, നോളജ് സൊസൈറ്റി എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിവിധ വകുപ്പുകളുടെ ഏകോപനമാണ്. അതാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ 2 ഗവൺമെൻറ്റുകളും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വിജ്ഞാന അധിഷ്ഠിത സമ്പദ്ഘടനയ്ക്കും ഒരു വൈജ്ഞാനിക സമൂഹത്തിൻ്റെയും ചാലകശക്തി എന്നുള്ളത്, ഡ്രൈവിംഗ് ഫോഴ്സ് എന്നുള്ളത് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ആ അക്കാഡമിയ ഇൻഡസ്ട്രി ലിങ്ക് ശക്തിപ്പെടുത്താൻ, ആ കണക്ട് ശക്തിപ്പെടുത്താൻ ഈ 2 ഗവൺമെൻറ്റുകളുടെയും കാലഘട്ടത്തിൽ കഴിഞ്ഞു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടമാണ്. രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നതും ആ യൂണിവേഴ്സിറ്റി നമുക്ക് സാധാരണ പരിചിതമായിട്ടുള്ള യാഥാസ്ഥിക സ്വഭാവം എന്ന് വേണമെങ്കിൽ പറയാവുന്ന പഴയ യൂണിവേഴ്സിറ്റികൾ വ്യത്യസ്തമായി പുതിയ കാലത്തിനനുസൃതമായിട്ടുള്ള ഘടനയും ഉള്ളടക്കവുമുള്ള ഒന്നായി മാറ്റി തീർക്കുന്നതിലെല്ലാം ഈ ഗവൺമെൻറ് കാണിച്ചിട്ടുള്ള ആ ഭാവന എന്നുള്ളത് ലോകത്തിനെ തന്നെ നിലവാരത്തിലേക്ക് ആ സർവകലാശാലയെ കൊണ്ടുവരാൻ സഹായകരമായിട്ടുണ്ട്. ഞാൻ ദീർഘമായി മറ്റു കാര്യങ്ങളിലേക്ക് പോകുമില്ല. ഇന്ന് ഇപ്പോൾ ഇവിടെ നേരത്തെ സാംബശിവറാവ് സൂചിപ്പിച്ചതുപോലെ ഒരു മികച്ച ഡെസ്റ്റിനേഷനാണ് കേരളം എന്ന് യാഥാർത്ഥ്യം, പ്രതീതിയല്ല യാഥാർത്ഥ്യം അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതിന് പറ്റുന്നൊരു അന്തരീക്ഷം രൂപപ്പെട്ടിരിക്കുന്നു. 2010 ഒരു ഡിജിറ്റൽ ഡീക്കേഡാണെന്നാണ് അറിയപ്പെടുന്നത്. 2030 ഒരു ഇന്റലിജൻസ് ഡീക്കേഡ്, അതിലേക്ക് മാറ്റി തീർക്കാനുള്ള ഒരു കർമ്മ പദ്ധതിയാണ് ഇപ്പോൾ സർക്കാർ പൊതുവെ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്.
AI ആകാം, റോബോട്ടിക്സ് ആകാം, ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ആകാം, ബിഗ് ഡാറ്റ അനാലിസിസ് ആകാം. ഇതിലെല്ലാമുള്ള ഹൈലി സ്കിൽഡ് ഹ്യൂമൻ റിസോഴ്സസ്, റെഡിലി അവൈലബിൾ ടാലന്റ് പൂൾ, അതാണ് കേരളത്തിൻ്റെ ശക്തി എന്നുള്ളത്. അതോടൊപ്പം തന്നെ അത് സ്കിൽ അപ്ഡേറ്റ് ചെയ്യാൻ ഇപ്പോൾ ഗവൺമെന്റ് തന്നെ നേതൃത്വം നൽകുന്ന വിജ്ഞാന കേരളം, ഏത് സംരംഭമാകാം, അല്ലെങ്കിൽ വലിയ ഇൻഡസ്ട്രികളാകാം, ഏത് സ്വഭാവത്തിലുള്ള സ്കില്ലാണോ ആവശ്യമായിട്ടുള്ളത് ആ സ്കില്ല് നിലവിലുള്ളത് അപ്സ്കിൽ ചെയ്യാം, പുതിയതാകാം. അതിനുള്ള ഉത്തരവാദിത്വം സർക്കാർ തന്നെ ഏറ്റെടുക്കുന്ന വിജ്ഞാന കേരളം മിഷൻ അതും ഇതുമായി ചേർന്ന് നിൽക്കുന്നതാണ്. കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊട്ടൻഷ്യൽ ഇനി വരുന്നത് GCCകളാണ്, ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്റർ. അതൊരു മൾട്ടി ഡിസിപ്ലിനറി ഫംഗ്ഷനാണ്. IT പ്രധാനപ്പെട്ടതാണെങ്കിലും മൾട്ടി ഡിസിപ്ലിനറി ഫംഗ്ഷനാണ്. കഴിഞ്ഞ ദിവസം ഞാൻ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട GCCയുമായി ചർച്ച ചെയ്യുമ്പോൾ അവർ പറഞ്ഞു, കേരളത്തിൽ ഗവൺമെന്റ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വെറ്റിനറി ഡോക്ടർമാരെ എംപ്ലോയ് ചെയ്തിരിക്കുന്നത് ഞങ്ങളാണ്. അപ്പോൾ സാധാരണ നമ്മൾ GCC നൽകുക IT പ്രൊഫഷണൽസിന്റെ മാത്രമാണെന്നുള്ളതാണ്. അലോപ്പതി ഡോക്ടർമാരെയും കൂടുതൽ എംപ്ലോയ് ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട GCC കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. GCC അതിൽ തന്നെ GTCയും വരുന്നുണ്ട്, ഗ്ലോബൽ ടെക്നോളജിക്കൽ സെന്റർ. ആ രൂപത്തിൽ എല്ലാത്തിൻ്റെ ഏകോപനം പ്രധാനപ്പെട്ടതാണ്. ഡിസൈനുകൾ, മാനുഫാക്ചറിങ്ങിൽ തന്നെ ഇപ്പോൾ GCCകൾ വരുന്നു. പുതിയ ജിയോ പൊളിറ്റിക്കൽ സാഹചര്യം, ഭൗമരാഷ്ട്രീയ സാഹചര്യം കേരളത്തിന് കുറെ കൂടി GCCകളിലേക്കുള്ള സാധ്യതയാണ്. പെട്ടെന്ന് നമ്മുടെ ഇക്കണോമിയിൽ നല്ല വളർച്ചയുണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല കൂടിയാണ് GCC എന്നുള്ളത്. അതിപ്പോൾ IT-യുടെ ഒരു സമീപന നയം വരുന്നുണ്ട്. എല്ലാ വകുപ്പുകളും ചേർന്ന് തന്നെയാണ് ആ പ്രവർത്തനം നടത്തേണ്ടത്. അതുവഴി നമുക്ക് വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കാനായിട്ട് കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പുതിയ കാലത്തിന്റെ സംരംഭങ്ങൾ, ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് വ്യവസായ വകുപ്പിന്റെ വിഷൻ 2031 തിരുവനന്തപുരത്ത് വെച്ച് നടക്കുകയുണ്ടായി. നല്ല പങ്കാളിത്തവും നല്ല ആശയങ്ങളുമാണ് അതിനകത്തും ഉയർന്നു വന്നിട്ടുള്ളത്. അപ്പോൾ കേരളത്തിന്റെ ഒരു പ്രത്യേകത, ഇവിടെ നേരത്തെ സ്ലൈഡുകൾ സൂചിപ്പിക്കുകയുണ്ടായി, പലയിടങ്ങളിലും IT സ്ഥാപനങ്ങൾ വരുന്നു. കേരളം ലോകത്തിലെ ഏറ്റവും വലിയ നഗരമാണ്. ഗ്രാമ നഗര വ്യത്യാസം വളരെ കുറവുള്ള ഏറ്റവും വലിയ നഗരമാണ്. അതുകൊണ്ട് കേരളത്തിലാകെ ഈ പുതിയ സാധ്യത ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഒരു വ്യവസായ സംവിധാനങ്ങൾ, IT-യും മറ്റു വ്യവസായങ്ങളെല്ലാം ശക്തിപ്പെടുത്താനായിട്ട് കഴിയും. ഈ 10 വർഷത്തെ കേരളത്തിന്റെ ഈ മേഖലയിലെ വളർച്ചയുടെ ഒരു സ്വഭാവത്തിന്റെ കൂടി പരാമർശിക്കണം ഞാൻ ആഗ്രഹിക്കുന്നു. അത് ഇൻക്ലൂസീവ് ഇൻഡസ്ട്രിയലൈസേഷനാണ്. മറ്റു പലയിടങ്ങളിലും ഏതെങ്കിലും വൻകിട കമ്പനികൾക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്ന വ്യവസായ നയം ആവിഷ്കരിക്കുമ്പോൾ കേരളത്തിന്റെ 10 വർഷത്തെ വ്യവസായ നയത്തിന്റെ, സർക്കാരിന്റെ IT നയത്തിന്റെ എല്ലാം പ്രത്യേകത ഇൻക്ലൂസീവായ ഇൻഡസ്ട്രിയലൈസേഷനാണ്. നാനോ, ചെറിയ വളരെ സൂക്ഷ്മ വ്യവസായം മുതൽ വൻകിട വ്യവസായം വരെ എല്ലാവരെയും ഉൾക്കൊള്ളുന്നു. ഇപ്പോൾ ഉദ്യം രജിസ്ട്രേഷൻ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ സംരംഭങ്ങളിൽ 48% വുമൺ ഓൺടർപ്രനേഴ്സ് ആണ്. പുതിയ സംരംഭങ്ങൾ 31% മൊത്തം എടുക്കുകയാണെങ്കിൽ 48% വുമൺ ഓൺടർപ്രനേഴ്സ് ആണ്. ഇൻക്ലൂസീവ്നെസ് എല്ലാ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളും ഇതിനകത്ത് ഉൾക്കൊള്ളുന്നുണ്ട്. വർക്ക് ഫോഴ്സിൽ സ്ത്രീകളുടെ ശതമാനം ഏറ്റവും കൂടുതലുള്ള ഇടങ്ങളിൽ ഒന്നാണ് കേരളം. അതുപോലെ തന്നെ എല്ലാ പ്രദേശങ്ങളിലേക്കും എത്തുന്നു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ സ്ഥലങ്ങളിലേക്കും ഏതെങ്കിലും സ്വഭാവത്തിൽ വ്യവസായങ്ങൾ എത്തുന്നു. അതുകൊണ്ടാണ് ഉൾക്കൊള്ളുന്ന വ്യവസായം എന്നുള്ളത് അത് പ്രധാനപ്പെട്ടതാണ്. അപ്പൊ കേരള മാതൃക ലോകത്തിന് ഒരു പുതിയ ഒന്നായിരുന്നുവെങ്കിൽ ഈ 10 വർഷം ഒരു നവകേരള മാതൃകയാണ്. ആ നവകേരള മാതൃക നയിക്കുന്നത് പുതിയ നവോത്ഥാനത്തിനാണ്. ആ നവോത്ഥാനം എന്നുള്ളത് ഇന്റലിജൻസ്, ഇമാജിനേഷൻ ആൻഡ് ഇൻക്ലൂസീവ്നെസ്. ആ നവോത്ഥാനത്തിനാണ് ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഇപ്പോൾ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഈ വിഷൻ കൂടി സഹായകരമായിരിക്കും എന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നടക്കുന്നത് അതിലേക്കായി